സുപ്രഭാതം കൂട്ടുകാരെ. എന്നും നമ്മൾ കണ്ണൂരത്തെ വീട്ടിലാണ്. കണ്ണൂർ വീട്ടിൽ വന്നതിന് ശേഷം എന്നും രാവിലെ പെരുമഴയാണ്. ഇന്നും അതേപോലെ തന്നെ രാവിലെ ചിന്നപ്പനും ഇന്നപ്പനും എഴുന്നേറ്റ് പൂച്ചക്കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ചിന്നപ്പൻ അടുത്ത് പോയിരുന്നത് തന്നെ പൂച്ചക്കുഞ്ഞിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് പൂച്ചക്കുഞ്ഞിനെ ഇതാന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നപ്പനും കൂടെ വന്നിരുന്നു. ഇന്നപ്പൻ എന്താ ഇത് പൂച്ചക്കുഞ്ഞ് കടിക്കോ എന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു അടുത്തേക്ക് പോയാൽ കടിക്കും, അതുകൊണ്ട് വേറെ അടുത്തേക്ക് പോകണ്ടാന്ന്. അങ്ങനെ ഇന്നപ്പൻ അവിടെ നിന്ന് പൂച്ചക്കുഞ്ഞിനോട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അടുക്കളയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ തിരുവനന്തപുരംകാർ വീശപ്പം എന്ന് പറയുന്ന സാധനം, അതായത് നമ്മൾ നൂൽപുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ, അതിനൊന്ന് പരത്തി ഉണ്ടാക്കുന്നതാണ് ഈ വീശപ്പം. ഞങ്ങൾ തിരുവനന്തപുരംകാർ ഇതിന് വീശപ്പം എന്നാണ് പറയുക. മറ്റ് ജില്ലകളിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ ഞാൻ വീശപ്പമൊക്കെ ഇലയെടുത്ത് ഓരോന്നോരോന്നായി ഉണ്ടാക്കി. ആ സമയത്ത് ഇന്നപ്പൻ കുടയൊക്കെ ചൂടി താഴെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം ചേച്ചി ഇതുവരെയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടില്ല. ചേച്ചി ഉണർത്തുക എന്നുള്ളതാണ് അവൻ്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ കുടയൊക്കെ ചൂടിപ്പോയി ഉറങ്ങിക്കിടന്ന് ആനിക്കുട്ടിയതെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ അനിയനെയും കാത്ത് കിടക്കുക തന്നെയായിരുന്നു. അനിയൻ്റെ ഒച്ച കേട്ടതും ചേച്ചി ചാടി എഴുന്നേറ്റു. അതിനുശേഷം രണ്ടുപേരും കൂടെ കളിയായി. സത്യം പറഞ്ഞാൽ അവിടെ സ്നേഹം കണ്ട് എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം വല്ലപ്പോഴും ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ് ചേച്ചി അനിയനും കാണുന്നത്. പക്ഷേ അവർക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഈ സമയത്ത് എൻ്റെ ഇടിയപ്പമൊക്കെ ഏകദേശം പാകമായി. ആ സമയത്ത് അമ്മ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കഴിക്കാൻ ഇടിയപ്പവും മസാലക്കറിയുമാണ്. ആ സമയത്ത് പ്രജി വന്ന് നിൻ്റെ പരീക്ഷണം ഏതുവരെയായി എന്ന് ചോദിച്ചുകൊണ്ട് ഇടിയപ്പത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ ഇടിയപ്പത്തിനെ കിട്ടി. അങ്ങനെ ആ ഇടിയപ്പം എടുത്ത് ഞങ്ങൾ ഓരോന്നായിട്ട് കാസറോളിൽ നിരത്തി ഇടുന്നുണ്ട്. അതിനുശേഷം മസാലക്കറി നോക്കി. ആ മസാലക്കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അമ്മ വയ്ക്കുന്ന എല്ലാ കറികളും കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മസാലക്കറിയും ഇടിയപ്പവും റെഡിയായി. അച്ഛനെയും എല്ലാവരെയും വിളിച്ചു അമ്മ. ഫുഡായിട്ടുണ്ട്, എല്ലാവരും കഴിക്കാൻ വന്നു. എന്നിട്ട് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും പാത്രത്തിൽ ഓരോരുത്തർക്കായി വിളമ്പി തന്നു. രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നപ്പനില്ലായിരുന്നു കേട്ടോ. ഇന്നപ്പൻ താഴെ വീട്ടിൽ നിന്നാണ് കഴിക്കൽ. ഇന്നപ്പൻ ചേച്ചിയുടെ ഒപ്പം ഇരുന്നിട്ടാണ് കഴിക്കൽ. എങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.